ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ശ്രീ സുരേഷ് പീറ്റർ, പ്രസിഡന്റ് KLCA തിരുവനന്തപുരം അതിരൂപത, എത്രയും സ്നേഹ ആദരണീയനായ അഡ്വക്കേറ്റ് ഷെറി ജെ തോമസ് KLCA സംസ്ഥാന പ്രസിഡന്റ്, ശ്രീ ബിജു ജോസി സംസ്ഥാന ജനറൽ സെക്രട്ടറി, അൽമായ കമ്മീഷൻ ഡയറക്ടർ ഫാദർ ബീർ മനോജ്, ശ്രീ പാട്രിക് മൈക്കിൾ സംസ്ഥാന വൈസ് പ്രസിഡന്റ്, ശ്രീ സുരേഷ് സേവ്യർ ജനറൽ സെക്രട്ടറി തിരുവനന്തപുരം അതിരൂപത, എത്രയും സ്നേഹ ആദരണീയരായ KLCA അംഗങ്ങളെ, വാസ്തവത്തിൽ ഈ നമ്മുടെ പ്രസിഡന്റ് പറഞ്ഞ് നിർത്തിയത് ഞാൻ ഏതൊരു പ്രസംഗത്തിൽ കഴിഞ്ഞ നമ്മുടെ ഫ്രാൻസിസ് പാപ്പയുടെ ഒരു അനുസ്മരണം ഉണ്ടായിരുന്നു, ആദ്യ വർഷ അനുസ്മരണ യോഗം. അപ്പോൾ അനുസ്മരണ യോഗം എന്ന് പറയുമ്പോൾ നമ്മൾ അദ്ദേഹവുമായിട്ട് വ്യക്തിപരമായിട്ടുണ്ടായിട്ടുള്ള ഒരു ഇൻസിഡൻറ്റ് നമ്മൾ പ്രത്യേകിച്ച് ഓർമ്മിച്ചു. അത് ഞാൻ അങ്ങ് പറഞ്ഞു. പക്ഷേ ഈ പറഞ്ഞ കാര്യം ലോകം മുഴുവൻ എത്തുമെന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. സംഭവം ഇതുപോലെ എവിടെയോ ഇതുപോലെ കുത്തിവെച്ച് തന്നിട്ടുണ്ട്. അവിടെ ഈ അനുസ്മരണ യോഗത്തിൽ ഞാൻ പറഞ്ഞത് ഇതാണ്. തീർച്ചയായിട്ടും അത് നിശ്ചയമായിട്ടും നമ്മൾ സാധാരണ ഓരോ വർഷവും മെത്രാന്മാരായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്ന ലോകത്തെമ്പാടുമുള്ള മെത്രാന്മാർ വത്തിക്കാനിൽ പോയി ഒരാഴ്ച ഏതാണ്ട് ഒരു ഓറിയൻറ്റേഷൻ പരിപാടിയുണ്ട്. യഥാർത്ഥത്തിൽ മെത്രാന്മാരുടെ ദൗത്യങ്ങളെക്കുറിച്ച് നമ്മളെ ഒരു നഴ്സറി ഉണ്ട്, പഠിപ്പിക്കും. അതുപോലെ ഒത്തിരിയേറെ ഡിപ്പാർട്ട്മെൻറ്റുകളും കാര്യങ്ങളും വത്തിക്കാനിലുണ്ട്. അതൊക്കെ എന്താണെന്ന് നമ്മൾ ഒന്ന് പരിചയപ്പെടുത്തുന്ന ഒരവസരമാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പാപ്പയെ നമുക്ക് കാണാനായിട്ട് ചെറിയ കുറച്ച് മിനിറ്റുകൾ ഉണ്ടാവും. അവിടെ ഞങ്ങൾ ഓരോരുത്തരായിട്ട് ഇങ്ങനെ പാപ്പയെ കാണുന്നു, അപ്പോൾ വിഷ് ചെയ്യുന്നു, 1-2-3 മിനിറ്റുകൾ സംസാരിക്കുന്നു, പോകുന്നു. ആ രീതിയിലാണ് അത് ക്രമീകരിച്ചിരുന്നത്. അപ്പോൾ എല്ലാവരെയും കണ്ടങ്ങനെ. അപ്പോൾ എന്നെ കണ്ടപ്പോൾ പാപ്പ ചോദിച്ചു, ഇയാൾ ആരാ ബിഷപ്പാക്കിയത്? അപ്പോൾ ഞാൻ പറഞ്ഞു ഇറ്റാലിയനിലാണ് അദ്ദേഹം ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ അതുപോലെ തന്നെ പറഞ്ഞു, അയാളെ കാണാനാണ് ഞാൻ വന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു സൗഹൃദം, അദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തിത്വത്തിൻ്റെ ഒരു മാഹാത്മ്യമാണ്. അദ്ദേഹം സാധാരണ വളരെ ലാളിത്യത്തോടെ എല്ലാവരോടും ഇടപെടുന്നതിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് ഞാനത് അനുസ്മരിച്ചത്. അതാണ് അദ്ദേഹം പറയാൻ ശ്രമിച്ചത്. അതെ, എന്തായാലും പിന്നെ പാപ്പയോട് പറഞ്ഞു പ്രത്യേകം പ്രാർത്ഥിക്കണം, ഞാൻ കൊച്ചാണ്, പരിചയമൊന്നുമില്ല. അപ്പോൾ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, ഞാനും പാപ്പയാണെന്ന് ആരും പറഞ്ഞില്ല, ഞാനും പാപ്പയായി. ഇതാണ് യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ നിയോഗം, അതുകൊണ്ട് നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം എന്ന് അദ്ദേഹം പറഞ്ഞത് ഞാനത് ഓർത്ത് അന്ന് പറഞ്ഞതാണ്. പിന്നെ എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ കുറച്ച് ഇങ്ങനെ പ്രചരിപ്പിച്ച് കണ്ടത്. സ്നേഹമുള്ളവരെ, എന്തായാലും ഈയൊരു കൂട്ടായ്മ വളരെയേറെ പ്രാധാന്യമുള്ള ഒരു കൂട്ടായ്മയാണ്. ഇപ്പോഴേ എല്ലായിടത്തും ഫിഫ എന്ന് എല്ലാവരും പറഞ്ഞു നടക്കുന്ന സമയമാണ്. ഈ ഫെഡറേഷൻ ഓഫ് ഇൻ്റർനാഷണൽ ഫുട്ബോൾ അസോസിയേഷൻ, അതിനാണ് ഫിഫ എന്ന ഷോർട്ട് ഫോമിൽ പറയുന്നത്. നമുക്ക് ഒരു ഷോർട്ട് ഫോം ഉണ്ട് അല്ലേ, KLCA അല്ലേ? നമ്മൾ കൃത്യമായിട്ട് അത് പറയും. എന്താണ്? കേരള ലാറ്റിൻ കാത്തലിക് അസോസിയേഷൻ. വാസ്തവത്തിൽ അങ്ങനെ ഒരു കേരള ലാറ്റിൻ കാത്തലിക് അസോസിയേഷൻ്റെ ഭാഗമായിട്ട് നമ്മുടെ പ്രതിനിധികളാണ് ഇവിടെ ഒരുമിച്ച്, തിരുവനന്തപുരം അതിരൂപതയുടെ വിവിധ ഇടവകളിൽ നിന്നുള്ള പ്രതിനിധികളാണ് ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ ഈ KLCA എന്ന സംഘടന? അതിൻ്റെ ലക്ഷ്യമെന്താണ്, ദൗത്യം എന്താണ്, അതിൻ്റെ ചരിത്രം എന്താണ് എന്ന് നമ്മൾ അറിയണം. അതാണ് ഏറ്റവും പ്രധാനം. നമ്മൾ എന്താണ് യഥാർത്ഥത്തിൽ ഈ KLCA എന്ന സംഘടന കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ ലക്ഷ്യം, ദൗത്യം എന്താണെന്നുള്ളൊരു വ്യക്തത വരുത്തുക, അത് ഏറ്റവും പ്രധാനം. അതിന് മുൻകൈയെടുത്ത നമ്മുടെ തിരുവനന്തപുരം അതിരൂപതയുടെ എല്ലാ ഭാരവാഹികളെയും ഞാൻ ആത്മാർത്ഥമായിട്ട് ഇങ്ങനെ ഒരു പഠന ശിബിരം വേണം എന്ന് ആഗ്രഹിക്കുകയും അത് വിളിച്ചുകൂട്ടുകയും ചെയ്തതിന് ആത്മാർത്ഥമായി ഞാൻ അഭിനന്ദനം നേരുകയാണ്. വാസ്തവത്തിൽ ഈ ചുരുക്കത്തിൽ എന്താണ് ഈ KLCA എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഈ അൽമായ കൂട്ടായ്മ ശക്തിപ്പെടുത്തുകയും സാമൂഹ്യ രാഷ്ട്രീയ നേതൃത്വത്തിൽ നമ്മുടെ ആൾക്കാരെയൊക്കെ വളർത്തുകയും ചെയ്തുകൊണ്ട് വരിക എന്നുള്ള ഒരു വലിയ ലക്ഷ്യം ഇതിൻ്റെ പിന്നിലുണ്ട്.
പലപ്പോഴും നമ്മൾ ഈ ഇട്ടാവട്ടത്ത് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചെയ്ത് പോവുക എന്നുള്ള ഒരു രീതിയിലാണ് പലപ്പോഴും പോകുന്നത്. ഈ ഒരു നേതൃത്വം വളർന്നു വരേണ്ടത് നമ്മളായിരിക്കുന്ന ഇടവകകളിൽ നിന്ന് തന്നെയാണ്. അവിടെ നിന്ന് തീർച്ചയായിട്ടും നമ്മൾ ഈ ഫൊറോന, നമ്മുടെ ചില എക്ലേസിയാസ്റ്റിക്കൽ സ്ട്രക്ചറുണ്ട് ഫൊറോന രൂപതാ തലത്തിൽ. പക്ഷെ അതേസമയം തന്നെ ഈ സഭയുടെ ഒരു നേതൃത്വത്തിലിരിക്കുമ്പോൾ തന്നെ സമൂഹത്തിൻ്റെയും ഒരു പൊതുവായിട്ടുള്ള നന്മ കണ്ടുകൊണ്ട് എല്ലാവർക്കും വേണ്ടി നമ്മൾ എന്തെങ്കിലുമൊക്കെ പൊതു നന്മയിലാക്കി പ്രവർത്തിക്കുമ്പോഴാണ് നമ്മൾ സമൂഹത്തിൻ്റെ മുൻപിലൊരു മുഖമായി മാറുന്നത്. അങ്ങനെ മാറുമ്പോഴാണ് നമ്മൾ ഈ പറയുന്ന സാമൂഹ്യ രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് വളർന്നു വരാൻ പാകപ്പെടുന്നത്. അങ്ങനെ പാകമാക്കുവാനാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഈ ഒരു KLCA എന്ന സംഘടന, അത് അൽമായ സംഘടനയാണ്. അതുകൊണ്ടാണ് അൽമായ സംഘടന, അൽമായ പ്രസിഡന്റ്, അൽമായ സെക്രട്ടറി എന്ന രീതിയിൽ നമ്മൾ വച്ചിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ഒത്തിരിയേറെ സംഭാവനകൾ ഈ അടുത്ത കാലത്ത് KLCA നടത്തിയിട്ടുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അത് വളരെ പ്രശംസനീയമാണ്. നമ്മുടെ ഈ ഷെരീഫ് സാറൊക്കെ ഒത്തിരിയേറെ ഇതിൻ്റെ പിന്നിൽ കുറേ വർഷങ്ങളായിട്ട്, അതുപോലെ നമ്മുടെ ബിജു സാറ്, ഇതിൻ്റെ പിന്നിലുള്ള ഒത്തിരിയേറെ ഭാരവാഹികൾ, നമ്മുടെ ഈ പാട്രിക് സാറ്, ഇതൊക്കെ ഒത്തിരിയേറെ പേര് ഇതിൻ്റെ പിന്നിൽ കുറേ നാളുകൾ ഈ കടന്നുപോയ ആൾക്കാരാണ്. അവരുടെ പരിശീലനം, അവർക്ക് പരിചയം ഒത്തിരിയുണ്ട്. ഞാൻ പെട്ടെന്ന് ഓർക്കുന്നത് ഈ അടുത്ത കാലത്ത് ഇന്നലെ നമ്മൾ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ബഡ്ജറ്റ് കേട്ടു അല്ലേ. വാസ്തവത്തിൽ അതിൻ്റെ പിന്നിലും ഈ മത്സ്യത്തൊഴിലാളികളുമായിട്ട് ബന്ധപ്പെട്ടും തീരദേശവുമായിട്ട് ബന്ധപ്പെട്ടും ഒക്കെയുള്ള ചില പരാമർശങ്ങൾ അവിടെ നടത്തിയത് നമ്മൾ കണ്ടു. അതിന് വാസ്തവത്തിൽ ഒരർത്ഥത്തിൽ പറഞ്ഞ ഒരു ഭാഗം KLCAയുടെ ഒരു പ്രത്യേക പിൻബലം അതിൻ്റെ പിന്നിലുണ്ടായിരുന്നു. കാരണം അവരുടേതായിട്ടുള്ള നമ്മുടേതായിട്ടുള്ള കൺസേൺസ്, നമ്മുടേതായിട്ടുള്ള ഈ തീരദേശത്തിൻ്റെ പൊതുവായിട്ടുള്ള, അല്ലെങ്കിൽ നമ്മുടെ കാർഷിക മേഖലയുടെ നമ്മുടെ ഈ പൊതുവായിട്ടുള്ള പ്രശ്നങ്ങൾ എന്താണ്, പ്രയാസങ്ങൾ എന്താണ് എന്നൊക്കെ നേരത്തെ എഴുതി തയ്യാറാക്കി മുഖ്യമന്ത്രിയെ തന്നെ നേരിട്ട് ഏൽപ്പിച്ചിരുന്നു എന്നുള്ളത് നമ്മൾ ഈ അവസരത്തിൽ കൃതജ്ഞതയോടെ ഓർക്കേണ്ടതുണ്ട്. എനിക്ക് പറയാനുള്ളത്, ഇന്ന് നമ്മൾ 2 വിഷയങ്ങൾ ഇവിടെ ചർച്ച ചെയ്യുന്നുണ്ട്. രണ്ടും വളരെയേറെ പ്രധാനപ്പെട്ട സംഗതികളാണ്. ഒന്ന്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ KLCA എന്ന സംഘടന, അതിൻ്റെ ലഘുചരിത്രം, ലക്ഷ്യം, സഭയിലും സമൂഹത്തിലുമുള്ള ദൗത്യം, ഇത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തരാൻ കഴിയുന്ന ഒരാളാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളത് വലിയ കാര്യമാണ്. അഡ്വക്കേറ്റ് ഷെറി ജെ തോമസ് അദ്ദേഹം തന്നെയാണ് നടത്തുന്നത്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വിഷയമാണ് JB കോശി കമ്മീഷനും ലത്തീൻ സമുദായവും. അതിൽ ഈ ക്രിസ്തീയ ന്യൂനപക്ഷങ്ങളുടെ പ്രശ്നങ്ങൾ പൊതുവായും, ഒപ്പം ലത്തീൻ സമുദായത്തിൻ്റെ പ്രശ്നങ്ങൾ, അവരുടെ പരിഗണിക്കപ്പെടേണ്ട വിഷയങ്ങൾ ഒക്കെ നന്നായിട്ട് അതിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. വളരെ നന്നായിട്ട് അതിനുള്ള പരിഹാര മാർഗങ്ങളും നിർദ്ദേശിച്ചിട്ടുണ്ട്. വാസ്തവത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയെങ്കിലേ നമുക്ക് പൊതുവായിട്ട് ഒരു കാര്യം വരുമ്പോൾ ഒരുമിച്ച് നിന്നുകൊണ്ട് നമുക്ക് ന്യായമായ കാര്യങ്ങൾ, നമുക്ക് അർഹതപ്പെട്ട കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. എന്താണ് ഈ JB കോശി കമ്മീഷൻ്റെ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്, നിർദ്ദേശങ്ങൾ എന്താണ്, അവരുടെ പരിഹാര മാർഗങ്ങൾ എന്തായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ അതിനോട് സമീപിക്കാം, എങ്ങനെ നമുക്ക് അത് നേടിയെടുക്കാം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ഉൾക്കാഴ്ച ഇത് നൽകും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും അഡ്വക്കേറ്റ് ഷെറി ജെ തോമസിനെ ചെയ്തോളൂ. നമ്മളെല്ലാവരും ഒരർത്ഥത്തിൽ പറഞ്ഞ നേതൃത്വത്തിൽ നിൽക്കുന്നവരാണ്. ലീഡർ ഈസ് വൺ ഹു നോസ് ദ വേ, ഷോസ് ദ വേ ആൻഡ് ഗോസ് ദ വേ, അല്ലേ? വളരെ പഴക്കമുള്ള ഒരു ഡെഫിനിഷനാണ്. അതായത് ഒരു നേതാവ് എന്ന് പറയുന്നത് ഹു നോസ് ദ വേ, അയാൾ വഴി അറിയുന്നവനായിരിക്കണം, ഇല്ലേ? ഈ വഴി അറിയാൻ എന്താണ് ഈ സംഭവം എന്ന് അറിയണം, ഇല്ലേ? നമ്മൾ ഏതെങ്കിലും ഒരു സംഘടനയുടെ ഭാഗമാകുമ്പോൾ എന്താണ് ഈ സംഘടന കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം, അറിവുണ്ടാകണം, അല്ലേ? ഹു നോസ് ദ വേ, അറിയുന്നവനാകണം. രണ്ടാമത് ഷോസ് ദ വേ, ഈ വഴിയാണ് നമ്മൾ നടക്കേണ്ടത് എന്ന് കാണിച്ചു കൊടുക്കുന്നവനാണ്. അറിവുണ്ടാകണം. രണ്ടാമതവൻ ആ വഴി കാണിച്ചു കൊടുക്കണം. മൂന്നാമത് ഗോസ് ദ വേ, ആ വഴിയിലൂടെ അവൻ ചരിക്കണം. ഒന്ന് പറയുകയും വേറൊന്ന് ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ന് പറയും, ഇയാൾ ഒന്ന് പറഞ്ഞു വേറെ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നൊക്കെ പറയും, അല്ലേ? അപ്പോൾ അറിവുണ്ടാകണം, ആ വഴിയെ സഞ്ചരിക്കണം, പിന്നെ അത് തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകണം. അയാളാണ് ഒരു നേതാവ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു നേതൃത്വത്തിലേക്ക് നിങ്ങൾ സാമൂഹ്യമായി
തീർച്ചയായിട്ടും സഭാപരമായി, സാമൂഹ്യപരമായി, രാഷ്ട്രീയപരമായി വളർന്ന് വന്ന് നമ്മുടെ പൊതുവായ വിഷയങ്ങൾ അത് അർഹിക്കുന്ന പ്രാധാന്യത്തോടെ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ നമ്മൾ തന്നെ അൽമായരെന്ന രീതിയിൽ തന്നെ അത് അവതരിപ്പിച്ച് അത് നേടിയെടുക്കുവാനുള്ള ആർജവം, ആ ഒരു കരുത്ത് നിങ്ങൾക്ക് ഈ ദിവസത്തെ ഈ ഒരു പഠന ശിബിരത്തിലൂടെ ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ഒപ്പം ഓർക്കുക, നമുക്ക് ചെയ്യാവുന്ന നന്മകൾ നമ്മൾ ഓരോരുത്തരും ചെയ്യുക. ഇവിടെ ആരാണ് വലിയവൻ, ആരാണ് ചെറിയവൻ എന്ന ചോദ്യത്തിന് ഒരു പ്രസക്തിയും ഇല്ല. വാസ്തവത്തിൽ നമുക്ക് എല്ലാവർക്കും നമ്മളാലാവുന്ന നന്മകൾ നമ്മൾ ചെയ്ത് മുന്നോട്ട് പോയാൽ അത് വലിയ അത്ഭുതങ്ങൾ പ്രകടിപ്പിക്കും. അത് ചെയ്യാനായിട്ട് ഈ സംഘടനയിലൂടെ നമുക്ക് സാധ്യമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ പഠന ശിബിരം വളരെ ഒരു വിജയപ്രദമായ ഒന്നായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ച് ആശംസിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരുടെയും ആശീർവാദത്തിലൂടെ ഞാൻ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നു.